ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഷീഗോനാണ് അവൾ സ്ലിപ്പായി തറയിലേക്ക് അങ്ങ് വീഴും. അങ്ങനെ ഇത് കണ്ട് ലിന്നായിരിക്കും ഓടിച്ചെന്ന് അവൾ രക്ഷിക്കുന്നത്. പക്ഷെ അബദ്ധവശ ഇവളുടെ തല ചെന്ന് തറയടിച്ച് അവൾ ബോധമില്ലാതായി പോകും. അങ്ങനെ ഇത് കണ്ട് ഇവളുടെ ഫ്രണ്ട്സ് എല്ലാം പേടിച്ച് താഴെ ഓടിയിരുമ്പോഴാണ് അതേസമയം അവനും ഞാൻ പറയുന്നതെല്ലാം കേൾക്കാമെന്ന് പറഞ്ഞ് അവൾ വിളിച്ചുണർത്താൻ വേണ്ടി നോക്കും. പക്ഷെ അവളുടെ ഭാഗത്ത് നിന്ന് ഒരു അനക്കവും കാണത്തില്ല. അതോടെ ഇവനാണ് പേടിച്ചിട്ട് ഇന്നത്തെ ദിവസം എന്താന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പം അവൾ ഇത് ഞായറാഴ്ചയാന്ന് പറഞ്ഞ് അവൻ ഉത്തരം പറയും. അതോടെ അവൻ അപ്പം തന്നെ ഇവളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് പെട്ടെന്ന് ആംബുലൻസിനെ വരുത്തും. അങ്ങനെ അതിനുശേഷം അവൻ അവളുടെ കൂടെ തന്നെ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവളുടെ അവസ്ഥ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ ഡോക്ടറിനെ മുമ്പേ തന്നെ അറിയിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഇവൾക്ക് ഇവിടെ ഒട്ടും തന്നെ ബോധം കാണത്തില്ല. അതുകൊണ്ട് അവള് മയങ്ങി വീഴാൻ പോകുമ്പം ലിന്നായിരിക്കും കുറച്ച് സമയം പിടിച്ചിരിക്കുന്ന പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതോടെ അവള് പെട്ടെന്ന് ഇവന്റെ ദേഹത്തങ്ങ് ഛർദ്ദിക്കും. അങ്ങനെ അവന് ഒന്നില്ലെന്ന് പറഞ്ഞ് ഇവളെ സമാനപ്പെടുത്തുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഡോക്ടറാണ് ഇവളെ ചെക്ക് ചെയ്തിട്ട് പുറത്ത് പ്രശ്നമൊന്നും കാണുന്നില്ല, ഒരു CT സ്കാൻ എടുക്കണമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ ഷീഗോനെ കണ്ണുറന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ആശുപത്രിയിലെന്നുള്ള കാര്യം അവൾ അറിയാൻ വരും. അപ്പോഴാണ് അവളും തൊട്ടടുത്തുള്ള ലിന്നനെ കണ്ടിട്ട് ഇവള് പതി എഴുന്നേക്കാൻ നോക്കുമ്പോഴാണ് ഈ ശബ്ദം കേട്ട് ലിന്നാണ് ഇവൾ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരും. അതിനുശേഷം അവളും താങ്ക്സ് പറഞ്ഞിട്ട് അവൾ വീണ്ടും റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഇവൻ ഒന്നും പറയാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവൾ സത്യത്തിൽ ഓക്കെ ആയാൻ ചോദിക്കും. അപ്പോഴാണ് അവനും സ്കാന്റെ റിസൾട്ട് എന്നാലും അറിയത്തുള്ളൂ എന്നറിഞ്ഞ് ഇവളുടെ പേരും അവന്റെ പേരൊക്കെ അറിയാൻ ചോദിക്കും. അപ്പോഴാണ് അവളും എന്റെ പേര് ഷീഗ്വാൻ, പിന്നെ നിന്റെ പേര് ലിന്നെന്ന് പറഞ്ഞ് അവളെല്ലാം കറക്റ്റ് ആയിട്ട് പറയുമ്പം അവനാണ് ഇവന്റെ അപ്പൂപ്പന്റെ കമ്പനിയെ ഷെങ്യുവാന്ന് ഇവൾക്കറിയാൻ ചോദിക്കും. അതോടെ അവളാണ് നിന്റെ അപ്പൂപ്പന്റെ കമ്പനി ഷെങ്യുവാനാണോ, ഇതിനും എന്നോട് പറഞ്ഞിട്ടില്ലല്ലേ എന്നിന് അവളും തിരിച്ചു ചോദിക്കുമ്പോൾ ഇവനപ്പം നിനക്ക് ബോധമുണ്ടെന്ന് അറിഞ്ഞ് ഇവള് മുമ്പത്തെ പോലെ തന്നെ ആ കാര്യം മറന്ന് നോർമലായിട്ടുള്ളതെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇവളുടെ കൂട്ടുകാരിയോട് വന്നിട്ട് ഇവനാ പറഞ്ഞയച്ചെന്ന് പറയും. അതുകൊണ്ട് അവരൊക്കെ നാളെ കാണാൻ വരും എന്ന് പറയുമ്പം ഇതേട്ട് ഷീഗോനാണ് അവളുടെ ഫ്രണ്ട്സ് ഇവള് വീണ കണ്ടിട്ട് പേടിച്ചു പോയി കാണുമെന്ന് പറയും. അത് കേട്ട് അവനാണ് വിഷമിച്ചിട്ട് നിന്റെ കൂട്ടുകാരി പേടിച്ചു പോയി കാണുന്നു, എന്നിട്ട് നിന്നെ ആരും ആ ബാൽക്കണിയുടെ അവിടെയൊക്കെ ചാടിക്കയറി പോകാൻ പറഞ്ഞ എന്നിന് അവന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പം ഇവളാണ് മൊത്തം ഞെട്ടിപ്പോയിട്ട് ഇവൾ ഇങ്ങനത്തെ അവസ്ഥയിലുള്ളപ്പോഴും ഇവന് ദേഷ്യപ്പെടാതിരുന്നോടേം ചോദിക്കും. അങ്ങനെ അതും പറഞ്ഞ് അവള് കരയാൻ തുടങ്ങുമ്പം ഇത് കണ്ട് അവന് സഹിക്കാൻ പറ്റാതെ നീ എന്തിനാ കരയുന്നത്, നിനക്ക് വലിയ മുറിവൊന്നുമില്ല, അതുകൊണ്ട് കരയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിന് ഇവൻ പറയുമ്പോ തന്നെ അവളും കരയാൻ പോലും അനുവാദമില്ലെന്ന് ചോദിക്കും. അങ്ങനെ ഇവന്റെ ഫ്രണ്ട് ഒച്ച വെച്ചില്ലെങ്കിൽ അവൾ വീണുപോലും കാണത്തില്ലെന്ന് പറയുമ്പം ഇവനാണ് അപ്പൊ അവന്റെ ഫ്രണ്ടിനെ അവിടെ വിളിച്ചോണ്ടെന്നാണ് തെറ്റും ചോദിക്കും. അതോടെ അവള് വിഷമിച്ച് ഇവനെ കണ്ടപ്പോ തൊട്ടേ ഇങ്ങനെ ബാഡ് ലക്കാന്ന് പറഞ്ഞ് അത് പണിയെടുത്തപ്പോ ബോക്സ് തലയിൽ വീണതും പിന്നെ സ്റ്റെപ്പിൽ നിന്ന് വീണതും അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവൻ അടുത്തുള്ളപ്പോ അവൾക്ക് മോശമായിട്ടാ പോകുന്നതെന്ന് അറിയും. അങ്ങനെ ഇപ്പൊ അവസാനം ബിൽഡിങ്ങിൽ തന്നെ വീഴുന്നു എന്നറിഞ്ഞ് അവള് സങ്കടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവനാണ് ഇവൾക്ക് നല്ലോണം വേദന എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പരാണ് ഇത് കണ്ട് അവളാണ് ഇതിപ്പോ അവസ്ഥ ഞാൻ അവനെ സമാനപ്പെടുന്ന പോലെ മാറിപ്പോയല്ലേ, ഇപ്പൊ ഞാനാണോ അവനെ വേദനിപ്പിച്ച് എന്നിന് അവളിങ്ങനെ ആലോചിച്ചിട്ട് ഇവൻ ഓക്കെ ആണെന്ന് ചോദിക്കും. അപ്പരാണ് ഇത് കേട്ട് അവനും അവന്റെ ആക്സിഡന്റ് ഒക്കെ ആലോചിച്ച് നോക്കി അവൻ എത്രമാത്രം അന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ ഇപ്പൊ കൺമുമ്പിൽ വന്നു. അങ്ങനെ ആ സമയത്ത് ഡോക്ടർ ഇവനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആക്സിഡന്റ് കാരണം ഇവന്റെ കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയും. അതുകൊണ്ട് അത് പതിയെ മാറത്തുള്ളെന്നറിഞ്ഞ് ഡോക്ടറും പറയുമ്പം ഇതേക്കുന്ന അവന്റെ കൂട്ടുകാരനും ഇവനെപ്പോ സർജറി ഒക്കെ ഇനി ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അങ്ങനെ അതിനുത്തരായിട്ട് ആ ഡോക്ടറും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് പോയി കാണും. അങ്ങനെ അതുകൊണ്ട് ഇവനോട് വിഷമിച്ചിരിക്കുമ്പം അവന്റെ കൂട്ടുകാരനും ഇവനെ ഡേറ്റിന് വിളിച്ചുകൊണ്ടല്ലേ ഇത്തരം പ്രശ്നം ഉണ്ടായെന്നറിഞ്ഞ് അവൻ സോറി പറയും. അപ്പരാണെങ്കിലും അതൊന്നല്ല, ഇത് ജസ്റ്റ് ആക്സിഡന്റ് ആണെന്ന് പറയും. എന്നിട്ട് അവനും ഇവനെ ഡേറ്റിന് വിളിച്ച ഷീഗോൻ എന്തെന്നറിഞ്ഞ് നോക്കുമ്പം അവന്റെ കൂട്ടുകാരനാണ് അവൾക്ക് പെട്ടെന്ന് ഒരു പണി വന്നോണ്ട് അവൾക്ക് വരാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ അതൊക്കെ അവനിപ്പോൾ ആലോചിച്ച് നോക്കിയിട്ട് അവനൊന്നും പറയാതെ അങ്ങോട്ട് മാറി നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പരാണ് അവന് തീരുമാനം എടുക്കുന്ന ഇനി ആ പഴയ സംഭവങ്ങളൊക്കെ ഓർത്ത് ഇവളോട് ദേഷ്യപ്പെടത്തില്ലെന്ന്. അതുകൊണ്ട് അവനും ഇനി ഞാൻ ദേഷ്യം നിന്നോട് സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞ് അവൾക്ക് വാക്കുകൊടുക്കും. അതിനുശേഷം അടുത്ത ദിവസം ഷീഗോനെ നോക്കിയ ഡോക്ടറാണ് ഇവന്റെ കൂട്ടുകാരനായിരിക്കും. അതുകൊണ്ട് അവനും ഒരു പേഷ്യന്റിന് വേണ്ടി നീ ഇത്രയും സമയം ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് അവന്റെ കൂട്ടുകാരൻ ചോദിക്കുമ്പം ലിന്നാണ് ഇവന്റെ കമ്പനിയിൽ അവൾ ജോലി ചെയ്യുന്നതെന്ന് പറയും. കൂടാതെ അവളുടെ കൂടെ നിന്ന ഇവന് ഡോക്ടറായിട്ട് കുറെ സഹായിക്കാന്ന് പറയുമ്പം അവന്റെ കൂട്ടുകാരനാണ് വിശ്വസിക്കാതെ അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പൊ സീരിയസ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം, നീ അവളെ സെറ്റാക്കാൻ നോക്കുമല്ലേ എന്നിന് അവനും ലിന്നന്റെ ആ സീക്രട്ട് കണ്ടുപിടിക്കും. എന്നിട്ട് ഇവിടെ രാവിലെ തന്നെ ഷീഗോന്റെ ഫ്രണ്ട്സ് ആണ് അവിടേക്ക് വന്നിട്ട് ഇവൾക്ക് അങ്ങനെ സംഭവിച്ചതിന് സോറി പറയും. അപ്പോഴാണ് ഷീഗോനും അത് ഇവരുടെ തെറ്റൊന്നുമില്ല, അവളായിട്ടല്ലേ എടുത്ത് ചാടിയെന്ന് പറഞ്ഞ് ഇവരെ വിഷമിക്കാതിരിക്കാൻ പറയും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും എന്തുകൊണ്ട് ഇത് ഫുള്ള് മുറിവാണല്ലോ, ഈ മുറിവൊക്കെ മാറുമോ, ഡോക്ടർ എന്തോ പറഞ്ഞ എന്നിന് അവളും കുറെ പേടിക്കുമ്പം ഷീഗോൻ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളെ സമാനപ്പെടാൻ പറയും. അങ്ങനെ അതിനുശേഷം അവരും ഇവൾ കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോഴാണ് ഇവള് കഞ്ഞിയൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് ഇവരോട് വയ്ക്കും. അപ്പോഴാണ് അവളുമാരും പറയുന്ന ഇവരാകെ ഫ്രൂട്ട്സേ വാങ്ങിച്ചോള്, ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്നത് മിസ്റ്റർ ലിന്ന എന്ന് പറയും. അങ്ങനെ എന്തായാലും ലിന്നന്റെ കൂട്ടുകാർ ഒച്ച വെച്ചതുണ്ടല്ലേ ഇവള് വീണേന്ന് പറഞ്ഞ് അതിന് പകരമായിട്ട് അവൻ ഇവിടത്തെ പൈസ എല്ലാം അടച്ചെന്ന് പറയും. അപ്പോഴാണ് ഇതേക്കുന്ന മറ്റേ കൂട്ടുകാരിയും അത് മിസ്റ്റർ ലിന്റെ ഫ്രണ്ട് തന്നെയാണെന്ന് പറഞ്ഞ് ഇവൾക്ക് അങ്ങനെ അറിയാൻ ചോദിക്കുമ്പം മറ്റവളാണ് ഫ്രണ്ട് അല്ലെങ്കിൽ പിന്നെന്തിനാ ഷീഗോൻ വീണപ്പോ അവൾ അങ്ങനെ തുറിച്ചു നോക്കിയെന്നറിഞ്ഞ് ഇവൾ ആ കാര്യമൊക്കെ എടുത്തു പറയും. കാരണം ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആദ്യം അവളെ സമാനപ്പെടുത്താനേ നോക്കത്തുള്ളൂ. പക്ഷെ സംഭവം അങ്ങനെയല്ലെന്ന് പറഞ്ഞ് ഇവൾ ആ കാര്യമൊക്കെ എടുത്തു പറഞ്ഞ് എന്തായാലും മിസ്റ്റർ ലിന്നോട് കുറച്ച് നല്ല രീതിക്ക് ബിഹേവ് ചെയ്യാൻ വേണ്ടി പറയും. കാരണം ഷീഗോൻ വരുന്ന വഴിക്ക് അവന്റെ
ഡ്രസ്സിനകത്ത് ഛർദ്ദിച്ച കാര്യങ്ങളൊക്കെ പറയും. അതോടെ ഇവൾക്കാണ് മൊത്തം നാണക്കേടായി പോകും. എന്നിട്ട് അവളുടെ ഫ്രണ്ട്സ് അവിടുന്ന് വർക്കിന് പോകുമ്പോഴാണ് ഇവളാണ് ലിൻ ചെയ്ത സഹായമൊക്കെ ഓർത്ത് നോക്കിയിട്ട് അവന്റെ വയ്യാതെ കൈയായിട്ടും ഇവളെ രക്ഷിച്ചതുകൊണ്ട് അവന് താങ്ക്സ് പറയണേ വേണ്ടതെന്ന് ഇവളിങ്ങനെ കുറെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതേസമയം തന്നെ അവനും ഈ ഇടയ്ക്കായിട്ട് ഒരു ആക്സിഡന്റ് പറ്റിയതുകൊണ്ട് അവന്റെ മുറിവിനൊക്കെ മരുന്ന് അപ്ലൈ ചെയ്തോണ്ടിരിക്കും. കാരണം അവന് നല്ല വേദനയുണ്ട്. അതേ സമയത്താണ് ഇവളും ഇന്നലെ സഹായിച്ചതിന് അവന് താങ്ക്സ് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നത്. ഇത് കണ്ട് അവനും അതൊന്നും കുഴപ്പമില്ലെന്നറിഞ്ഞ് ഇവൾക്ക് റിപ്ലൈ ഇടുമ്പം അവളാണ് താങ്ക്സ് പറഞ്ഞ് മാത്രം പോരെന്നറിഞ്ഞ് ആ ഫോൺ എടുത്ത് വെച്ചിട്ട് അവൾ കടന്നുറങ്ങും. അപ്പോഴാണ് ഇവൾ ഉറങ്ങിയ സമയം നോക്കി ഇവിടെ ലിൻ വീണ്ടും ഇവൾക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്നറിഞ്ഞ് ആ മെസ്സേജ് ഇട്ടേക്കും. അങ്ങനെ കുറെ സമയം അവൻ ആ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ അവളാണ് ഇവിടെ നല്ല ഉറക്കത്തില്ല. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് ഫോൺ നോക്കുമ്പോഴാണ് ഇവന്റെ മെസ്സേജ് കണ്ടിട്ട് അവൾ ഉറങ്ങിപ്പോയെന്നറിഞ്ഞ് അതുകൊണ്ട് റിപ്ലൈ ഇടാത്തെന്നറിയും. എന്നിട്ട് അവളും കുഴപ്പമില്ലെന്നറിഞ്ഞ് ഇവന് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോഴാണ് അവനാണ് ഇവളെ കാണാൻ വേണ്ടി പോരാന്നറിയും. ഇത് കേട്ട് ഇവളാണ് ഷോക്കായിട്ട് എന്നെ കാണാൻ വരുന്നെന്നോ. എന്നിട്ട് അവള് വേണ്ടെന്ന് മെസ്സേജ് അയക്കാൻ പോകുമ്പോൾ കറക്റ്റ് ഇവളുടെ ഫ്രണ്ടിൽ തന്നെ അവൻ വന്ന് നിൽക്കും. അതോടെ അവളാണ് പേടിച്ച് ആ മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പതിയെ ഇങ്ങനെ എഴുന്നേക്കും. എന്നിട്ട് അവൾ ഇന്നലെ ഡ്രസ്സിലൊക്കെ ഛർദ്ദിച്ചതിന് ഇവനോട് സോറി പറയുമ്പോൾ അവനാണ് ഒരു ഡോക്ടറായിട്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നറിയും. അങ്ങനെ അവളും കൈയിനെ കുറിച്ചൊക്കെ തിരക്കിയിട്ട് അവൾ റെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ ഇവനാണെ പെട്ടെന്ന് പഴയ സംഭവങ്ങളൊക്കെ അവൻ മറക്കാൻ തയ്യാറാ. അതുകൊണ്ട് ഇവൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്ത് അത് മറക്കാൻ ഇവളും തയ്യാറാണെന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന അവളും ഇത് നല്ലൊരു ഡീലാന്ന് വിചാരിച്ച് അവൾക്ക് ദേഷ്യമൊന്നുമില്ലെന്നറിയും. എന്നിട്ട് പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ ഒരു ടോൾക്കെന്നറിഞ്ഞ് അവൾ ചോദിക്കുമ്പം അവനാണ് ഒരു പേഷ്യന്റ് കരയുന്ന അവന് കണ്ട് സഹിക്കാൻ പറ്റത്തില്ലെന്നറിയും. ഇത് കേൾക്കുന്ന അവളും ഇന്നലെ കരഞ്ഞതിനെ കുറിച്ച് ഇവൻ കളിയാക്കണം വിചാരിച്ച് അവൾ സാധാരണ അങ്ങനെ കരയാറില്ലെന്നറിഞ്ഞ് ഇവനെ നോക്കിച്ചിരിക്കും. അതിനുശേഷം അവിടേക്ക് വരുന്ന അവന്റെ കൂട്ടുകാരനാണ് രാത്രി ഫുൾ ഉറങ്ങായിരുന്നിട്ട് ഇപ്പൊ വീണ്ടും എഴുന്നേറ്റിരിക്കുവാണെങ്കിൽ നിന്നെ സമ്മതിക്കണം അളിയാന്നറിഞ്ഞ് അവൻ അവിടേക്ക് വന്ന് കളിയായിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവനും അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ലിന്ന അവന്റെ ജൂനിയർ ആയിരുന്നെന്നറിഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തും. അപ്പോഴാണ് അവരും ഇവന്റെ ആർട്ടിക്കിളൊക്കെ വായിച്ചിട്ടുണ്ട്, ഇവൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടറല്ലെന്ന് പറഞ്ഞ് ഇവനിപ്പോ ഏത് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് കേൾക്കുന്ന അവനും അവനിപ്പോ ഡോക്ടറല്ലെന്നുള്ള സത്യം ഇവരോട് പറയും. അപ്പോഴാണ് അവരൊക്കെ എന്തു പറ്റി എന്തിനാന്നൊക്കെ പറഞ്ഞ് കുറെ ചോദ്യം ചോദിക്കുമ്പം അവന്റെ കൂട്ടാനാണ് ഇതൊക്കെ മതി, നമുക്കാദ്യം പേഷ്യന്റ് നോക്കാന്നറിഞ്ഞ് ഷീഗോന്റെ അടുത്തേക്ക് ചെല്ലും. അതിനുശേഷം അവളെ കുറെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ആ ഹൈറ്റിൽ വീണുകൊണ്ട് ഒരു ചെറിയ വേദന കാണുന്നറിഞ്ഞ് ഇവൾക്കല്ലാതെ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. പക്ഷെ എന്നിരുന്നാലും ഇവൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ റെസ്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ലിന്നും എങ്കിൽ പിന്നെ അവനും പോവാന്നറിഞ്ഞ് അവൻ കൊണ്ടുവച്ച പാത്രം എടുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് പുറത്ത് വെയിറ്റ് ചെയ്ത അവന്റെ കൂട്ടുകാരനും ഞാൻ പെട്ടെന്നിറങ്ങി നിനക്ക് സംസാരിക്കാൻ ചാൻസ് തരാന്, പക്ഷെ നീ അതിനേക്കാളും ഫാസ്റ്റ് ഇറങ്ങിയൊന്നില്ല, ഇങ്ങനാണെ വീഴത്തില്ല മോനെ. എന്നിന് അവനും ലിനിനെ സഹായിക്കാൻ തീരുമാനിക്കും. അങ്ങനെ അടുത്ത ദിവസം ഇവൻ ഷീഗോനെ ഫുഡ് കൊണ്ടുവരുമ്പം അവളാണ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നറിയും. അപ്പോഴാണ് അവനും ഇവന്റെ കൂട്ടുകാരന് ഒരു സർജറി ആയിട്ട് സംശയമുള്ളതുണ്ട്, അവനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്നറിയും. അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ഇവൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നേന്ന് പറഞ്ഞ് അവനോ റീസൺ പറയുമ്പം ഇവളെങ്കിൽ പിന്നെ കമ്പനി വർക്കൊന്നുമില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇന്നലെ രാത്രി 3 മണി വരെ വർക്ക് ചെയ്തതെന്നറിഞ്ഞ് അവനിന് കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തേക്കോന്നറിഞ്ഞ് മറ്റേ ഡോക്ടേഴ്സായിട്ടൊക്കെ ഇവളുടെ റൂമിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കും. ഇത് കാണുന്ന അവളാണ് ഇവരൊക്കെ എന്തോ സംസാരിക്കുന്ന പറഞ്ഞ് അവൾക്ക് മൊത്തത്തിൽ കിളിവായിരിക്കും. അപ്പോഴാണ് പെട്ടെന്ന് ഇവരെല്ലാരും കൂടെ അവളെ നോക്കിയ ഉടനെ അവളാണ് എന്താണെന്നറിയാതെ നൈസിന് അങ്ങോട്ടങ്ങ് തിരിഞ്ഞിരിക്കും. എന്നിട്ട് അവരെല്ലാം കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇവളെയും കൂടെ കഴിക്കാൻ വിളിക്കും. അപ്പോഴാണ് അവളും ഒരു പേഷ്യന്റിന് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞ് അവളും ചോദിക്കുമ്പം അവർ ഇവളുടെ റൂം ഏറ്റെടുത്തോണ്ട് ഇവൾക്ക് ഫ്രീ ആയിട്ട് ലഞ്ച് തരുമെന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് പോകും. എന്നിട്ട് ഇവരുടെ കൂടെ ആഹാരം കഴിച്ചോണ്ട് അവളും ഡോക്ടേഴ്സായിട്ട് ആദ്യമായിട്ട് ഒരു പേഷ്യന്റ് ഇങ്ങനെ ഫുഡ് അടിക്കുന്നതെന്ന് പറഞ്ഞ് അവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അതിനുശേഷം അന്ന് വൈകിട്ട് വരുന്ന ഇവളുടെ കൂട്ടുകാരിയോട് ഇന്ന് ഇവന്മാരെ കാണിച്ചു വിട്ടതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റർ ലിന്നിന് ഇവളോട് ഇഷ്ടം കാണുമെന്നറിയും. അത് കേട്ട് ഷീക്കോനും അതിനൊന്നും ഒരു ചാൻസ് ഇല്ലെന്നറിഞ്ഞ് ഇവളോട് ദേഷ്യത്തിലിരുന്ന് അവൻ ഒറ്റ സെക്കൻഡ് കൂടെ പ്രണയത്തിൽ വീഴാൻ അവനെന്തോ വട്ടായെന്നറിഞ്ഞ് അവളത് വിശ്വസിക്കത്തില്ല. അങ്ങനെ അവന്റെ കൂട്ടുകാരി കാരണം ഇവൾ വീഴുന്ന കൊണ്ടായിരിക്കും അവനീ സഹായിക്കുക ചെയ്യുന്നെന്ന് അവൾ ആലോചിക്കുന്നത്. അപ്പോഴാണ് ഇത് കേട്ട് അവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ മിസ്റ്റർ ലിന്നുമായിട്ട് ക്ലോസ് ആവാൻ ഇതാ നല്ല ചാൻസ് എന്ന് പറഞ്ഞ് ഇവളത് യൂസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഷീഗോനും ഇവള് കരയുന്നുണ്ടാ വല്ല മനസ്സ് മാറുന്നുണ്ടോന്ന് പറഞ്ഞ് അവളിങ്ങനെ ലിന്നെ കുറിച്ച് ആലോചിച്ച് ചോദിക്കുമ്പോൾ ഇത് കേട്ട് അവളുടെ കൂട്ടുകാരിയും നീ കരയാൻ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അവളെ കരയിപ്പിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതിനുശേഷം അവള് ബോറടിക്കുന്നുണ്ട് ഇവളുടെ വീഡിയോ ഗെയിം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വന്ന ലിന്നാണ് ഇവളെ കണ്ട് ഇങ്ങനെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അവളും ഒരു ടഫായിട്ടുള്ള ലെവൽ കളിക്കുമെന്ന് പറഞ്ഞ് അവന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ കുറെ സമയമായിട്ടും ഇവളാണ് ആ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക. അങ്ങനെ അവനെ സമാധാനത്തി ഇവളെ തന്നെ നോക്കിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കാണുന്ന അവളാണ് ഷെടാ ഗെയിമിൽ ഫോക്കസായി ഇവനെ മൊത്തത്തിൽ മറന്നു കളഞ്ഞല്ലേ, കുറച്ച് ഓവറായിട്ടാണ് ഞാൻ പോയത് എന്നിട്ട് അവൾക്ക് വലിയ കുറ്റബോധമാകും. അതുകൊണ്ട് അവള് സോറി അയച്ച് മെസ്സേജ് അയക്കുമ്പം അവനാണ് ഈ സമയത്ത് ഇവള് ഗെയിം കളിക്കാനൊന്നും പാടില്ലെന്ന് പറയും. അതിനുശേഷം അവൾ ഓക്കെ ഡോക്ടറിന് മെസ്സേജ് അയച്ചിട്ട് അവൾ അവിടെ നിന്ന് വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലിന്നാണ് കുറച്ച് ഫയൽസ് ആയിട്ട് അവിടേക്ക് വരും. അപ്പോഴാണ് അകത്തിങ്ങനെ പാട്ട് കേൾക്കുന്ന സൗണ്ടേ കേട്ട് അവന് പതിയെ ഡോർ കിട്ടും. ഇതോടെ ഇവള് പെട്ടെന്ന് ആ പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ട് ഇവൻ അകത്തേക്ക് കയറി വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനെ കണ്ടിട്ട് ഇവളാണ് ഇവൾക്കിപ്പോ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നോട് എന്തിനാ നിന്റെ ഡോക്ടറിനോട് ചോദിക്കുന്ന പറഞ്ഞ് ഇവൾക്ക് ബോറടിക്കാതിരിക്കാൻ
അവൻ കുറച്ച് ഫയൽസ് കൊണ്ടുവന്നേക്കോന്ന് പറയും. അപ്പോഴാണ് ഇത് കാണുന്ന അവൾക്ക് മനസ്സിലാവുന്ന ഇവൻ ഇവിടെ നിന്ന് വിഷമിച്ചു പോയതല്ല, ഇവൾക്ക് ജോലി തരാൻ വേണ്ടി അവൻ കമ്പനി പോയിട്ട് വന്നയാന്ന്. അതോടെ അവളും ഇവനെ പോലെ ഇങ്ങനെ വർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ അവനാണ് ഗെയിം കളിക്കുവാണെങ്കിൽ അതിന് വരെ വർക്ക് ചെയ്യുന്നറിഞ്ഞ് ഇവൾക്ക് ഇത് ടൈം പാസ് ആണെന്ന് പറയും. അതോടെ അവളും മൊത്തം ഷമ്മി പോയിട്ട് ഇവന്റെ ഫയൽസ് അങ്ങ് വാങ്ങിക്കും. എന്നിട്ട് അവനും നീ വിജയിക്കാത്ത ലെവൽ ഞാൻ ജയിക്കാന്നറിഞ്ഞ് ഇവൾക്ക് വരാം അവൻ ആ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വയ്യാത്ത കൈയായിട്ട് അവൻ കളിച്ച് വീണ്ടും തോക്കുമ്പോഴാണ് ഇത് കാണുന്ന അവളാണ് ഇവന്റെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കും. കാരണം 2 കൈ കൊണ്ട് കളിക്കുന്ന ഗെയിമാണിത്. അതേസമയം ലിന്നും അവസാനം വരെ അവൻ വിജയിക്കാത്തോണ്ട് അവന്റെ കൈയിനെ കുറിച്ച് ആലോചിച്ച് അവന് സങ്കടപ്പെടും. എന്നിട്ട് അവനും കളിച്ച് ജയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവളുടെ കൊടുക്കുമ്പം അവളാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നിട്ട് ഈ ഗെയിം പാടായതുകൊണ്ട് അവളെ കൊണ്ട് ജയിക്കാൻ പറ്റാതെന്ന് പറയും. അതിനുശേഷം അവൻ അവിടെ നിന്ന് പോയ ഉടനെ ഇവളാണ് ലെഫ്റ്റ് ഹാൻഡ് വയ്യായിരിക്കുന്നുണ്ടല്ലേ അവൻ ഈ ഗെയിം കളിക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞ് അവളിങ്ങനെ അപ്സെറ്റ് ആകും. അതിനുശേഷം ഇവളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് മറ്റേ ലിന്റെ കൂട്ടുകാരനാണ് ഇവൾ എവിടേക്ക് പോകാന്ന് പറഞ്ഞ് അവൻ അടുത്തേക്കും ചോദിക്കും. അപ്പോഴാണ് അവളും ചുമ്മാ ബോറടിച്ചിരിക്കുന്നുണ്ട് പുറത്തുള്ള ഗാർഡനൊക്കെ നോക്കാൻ പോകുന്ന പറയുമ്പം അവനും ഗാർഡനിൽ തന്നെയാ ഇപ്പൊ ലിന്നും പോയേക്കെന്ന് പറയും. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവുന്ന അവൻ ഇവിടുന്ന് പോയതൊന്നുമില്ല, അവൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉള്ളേന്ന്. അതിനുശേഷം അവളും ലിന്നൊരു ഡോക്ടറാകാൻ പറ്റാത്തത് ഭയങ്കര വിഷമമുള്ളതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ സർജറിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്, അത് അവന് സങ്കടം വരത്തില്ലെന്ന് ചോദിക്കും. ഇത് കേട്ട് അവന്റെ കൂട്ടാനും അവനെ കുറിച്ച് ഇത്ര കാലേക്കും തുടങ്ങിയാന്ന് പറഞ്ഞ് ഇവൾക്ക് ഭയങ്കര കെയറിംഗ് ആന്ന് പറയുമ്പം അവളാണ് അങ്ങനൊന്നുമില്ല ഒരു മനുഷ്യത്വമുള്ളതുകൊണ്ട് ചോദിച്ചാന്ന് പറഞ്ഞ് ഇവളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പോഴാണ് അവനും ഇവളുടെ കൂടെ ഗെയിം കളിച്ച് ജയിക്കാൻ പറ്റാത്തോണ്ട് വേറെ പയ്യന്മാരുടെ കൂടെ ഒക്കെ അവളിന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കും. അങ്ങനെ അത് കണ്ട് അവൾക്കാണ് ചിരി വന്നിട്ട് ഇവൻ ആ പിള്ളേരോടൊക്കെ സംസാരിക്കുന്ന കേട്ടോണ്ടിരിക്കും. എന്നിട്ട് ഇവരൊരുമിച്ച് ഫുഡ് കഴിക്കുമ്പോഴാണ് അവൾക്കിപ്പോ ലിന്നിനോടുള്ള കാഴ്ച അങ്ങ് മാറിക്കിട്ടും. അതായത് മുമ്പ് ഒരു ദേഷ്യപ്പെടുന്ന വ്യക്തിയായിട്ടാണ് ഇവള് വിചാരിച്ചത്, പക്ഷെ ഇവനെ കണ്ടിട്ട് ഇപ്പൊ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത്. അതേസമയം അവരെല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ലിന്നാണ് ഇവൾ കഴിച്ചിട്ട് ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും അതിനു മുമ്പ് ഇവനോട് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയും. അപ്പോഴാണ് ലിന്നിന്റെ കൂട്ടുകാരനും നിനക്കിപ്പോ അർജന്റായിട്ട് ഒരു പണിയില്ല അളിയാന്ന് പറഞ്ഞ് അവൻ ചുമ്മാ കളിയാക്കുമ്പോൾ ലിന്നാണ് അവനൊരു പണിയില്ലെന്ന് പറയും. അതിന് ശിവെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഒരു എമർജൻസി കാരണം ഇവരെല്ലാരും കൂടെ ധൃതിയിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് വേറൊരു പേഷ്യന്റും അവരുടെ റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പം അവന്റെ കൂട്ടുകാരനും ലിന്നിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവരവിടെ നിന്ന് പോകും. അതേസമയം ഈ ലേഡിക്കാണ് ലിന്നൊരു ഡോക്ടറാണല്ലെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവര് കുറച്ച് പേടിയിലിരിക്കുമ്പം ലിന്ന റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഇവൾക്ക് എന്തൊക്കെ പറ്റിയെന്ന് വിശദീകരിച്ച് പറഞ്ഞ് അവൾക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ അത് കേട്ടിട്ടാണ് അവർക്ക് വിശ്വാസം വരുന്നത്. അതിനുശേഷം അവർ സന്തോഷത്തി ഇവന് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നോക്കുമ്പം ഇതേ സമയം ഇതെല്ലാം കണ്ട് ഷീഗോനും കുറച്ച് ഞെട്ടിപ്പോയിരിക്കുക. അപ്പോഴാണ് അവനും ഇവനോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവള് പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് ഇവൻ തന്ന ഫയൽസ് ഒക്കെ അവൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയും. അപ്പോഴാണ് അവനും ഇത് പറയാനാണ് വിളിച്ചതെന്നറിഞ്ഞ് അവന് സംശയപ്പെടുമ്പം അവൾ ഇതേവളെന്നറിഞ്ഞ് അവനെ വിളിച്ചോണ്ട് റൂമിലേക്ക് ചെല്ലും. അതിനുശേഷം അവളും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വർക്കൊക്കെ ചെയ്തോണ്ട് എക്സ്ട്രാ പൈസ ആണെന്ന് പറയുമ്പം അവനാണ് കമ്പനിയുടെ പകുതി ഷെയർ ഇവളുടെ അച്ഛന്റെ പേരിലെന്ന് പറയും. അതുകൊണ്ട് ബോസ് ആയിട്ട് ഇവള് തന്നെ ഇവന് പൈസ തരുന്നെന്ന് പറയുമ്പം അവൾ അത്രയ്ക്കൊന്നും പോകണ്ടെന്ന് പറഞ്ഞ് ഇവന്റെ വീണ്ടും വീഡിയോ ഗെയിം കളിക്കാൻ വേണ്ടി കൊടുക്കും. കാരണം അവൾ സിമ്പിൾ ആയിട്ടുള്ള ലെവൽ എടുത്ത് വെച്ചേക്കുക. പക്ഷെ അവൻ ആ കാര്യം ഒന്നും അറിയാതെ അവൻ ആ ഗെയിം പിന്നെ കളിച്ചോളെന്ന് പറഞ്ഞ് നിൽക്കുമ്പം ഇവളാണ് ഇപ്പൊ തന്നെ കളിക്കണം എന്ന് പറഞ്ഞ് അവനെ ട്രൈ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം അവൻ ആ ഗെയിം ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് ഇവനെ കൊണ്ട് ഈസി ആയിട്ട് ഇപ്പൊ കളിക്കാൻ പറ്റും. അതുകൊണ്ട് അവനൊരു നോട്ടവളെ നോക്കുമ്പോൾ ഇവള് ഏറ്റവും വലിയ പാടായിട്ടുള്ള ലെവലാന്ന് പറഞ്ഞ് ഇവളെ കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. അങ്ങനെ അത് കേട്ട് ഇവനാണ് ഇവന് വേണ്ടി ഇവള് മാറ്റി വെച്ചേക്കാന്ന് വിചാരിച്ച് അവൻ സന്തോഷത്തിരിക്കും. അതിനുശേഷം അവൻ ആ ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഇവളാണ് അടുത്തിരുന്ന് നിനക്ക് ഇത്രയും സൂപ്പറായിട്ട് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവള് പൊക്കി സംസാരിക്കും. അപ്പോഴാണ് അവനും ഇവളുടെ സ്വഭാവത്തിലേക്ക് ഇപ്പൊ കുറച്ച് മാറ്റം വന്നെന്ന് പറഞ്ഞ് ഇവൾക്ക് അതൊക്കെ അറിയാൻ പറ്റുന്ന ചോദിക്കുമ്പോൾ അവളാണ് സൗന്ദര്യത്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞ് ഷോ കാണിക്കും. അപ്പോഴാണ് അവനും നിനക്ക് ഡിസ്ചാർജ് ആവാനുള്ള സമയം എന്ന് പറഞ്ഞ് അവൾ ആശുപത്രിയിൽ നിന്ന് വിളിച്ചോണ്ട് പോകും. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവളും അവളുടെ അമ്മയോട് ഈ കാര്യം പറയുമ്പോഴാണ് അവരാണ് ഇപ്പോഴാണ് ഈ കാര്യം അറിയുന്നത് ഇവൾ ആശുപത്രിയിലായിരുന്നെന്ന്. അതുകൊണ്ട് അവര് മേടിച്ചിട്ട് ഇവൾക്ക് എന്തോറ്റും ചോദിക്കുമ്പോൾ അവൾ സ്റ്റെപ്പിൽ നിന്ന് ചെറുതായിട്ട് വീഴുന്നതെന്ന് പറഞ്ഞ് അവളുടെ അമ്മയോട് കള്ളം പറയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ലിന്നാണ് ഇവള് പറയുന്ന കള്ളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവള് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം അവൻ ഇവളോട് ഷീഗ്വാൻ ഇതിനുമുമ്പ് ഞാൻ ഒരു പേഷ്യന്റിനെ കണ്ടുണ്ട്, അയാൾ ട്രക്കിൽ നിന്ന് താഴോട്ട് വീഴുന്നത്, പക്ഷെ അയാളുടെ ബ്രെയിൻ ഡാമേജ് ആയി 1 മാസം ICU കടന്ന്. അത് എത്ര വലിയ ഡേഞ്ചർ ആണെന്നറിയോ? അതിനേക്കാളും വലിയ ഹൈറ്റിൽ നിന്നാ നീ വീഴുന്നത്, പക്ഷെ ഭാഗ്യത്തിന് നിനക്ക് വലുതായിട്ടൊന്നും സംഭവിച്ചില്ല, അതുകൊണ്ട് ഈ കാര്യം നീ സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് ഇവനും പറയുമ്പം അവളാണ് വെറുതെ എന്തിനാ ഇത്രയും ടെററായിട്ടുള്ള സ്റ്റോറി പറഞ്ഞ് പേടിപ്പിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇനിയെങ്കിലും ഇവളെ സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവനും അവളെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവള് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയാൽ മതി, അവള് ട്രെയിനിൽ പോയിക്കോളെന്ന് പറയും. പക്ഷെ അവനാണ് അതൊന്നും കുഴപ്പമില്ല ഞാൻ ഫ്രീ ആന്ന് പറഞ്ഞ് ഇവളുടെ ലൊക്കേഷൻ
അടിച്ചു തരാൻ വേണ്ടി പറയും. അതിനുശേഷം അവള് ലൊക്കേഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനാണ് പെട്ടെന്ന് കണ്ണാടി എടുത്തിടും. ഇത് കണ്ട് അവളും ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തിനാ ഇങ്ങനെ ഷോ കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പോൾ അവനാണ് മഴ സമയത്ത് ഇവൻ അധികം കാണാൻ പറ്റത്തില്ലെന്ന് പറയും ഇവന്റെ ആക്സിഡന്റ് കാരണം. അപ്പോഴാണ് ഇവളും എങ്കിൽ പിന്നെ അത് അത്രയ്ക്ക് വലിയ ആക്സിഡന്റ് ആണെന്ന് അറിഞ്ഞ് ഇവള് പെട്ടെന്ന് അങ്ങ് ഷോക്കാവും. കാരണം അതിനെക്കുറിച്ച് സംസാരിച്ച് അവൻ ദേഷ്യപ്പെടുന്ന ഇവൾക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അതിനുശേഷം അവളും ഇവൻ എന്ത് കാര്യം ചെയ്താലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് കമ്പനി കാര്യങ്ങളൊക്കെ ഇവൻ സൂപ്പർ ആയിട്ട് കൊണ്ടുവന്നെന്ന് അറിയും. അതോടെ അവന് സന്തോഷത്തി എന്റെ ഫ്യൂച്ചർ ബോസിനെ എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞ് താങ്ക്സ് പറയുമ്പോൾ അവളാണ് ഇത് കേട്ട് ഷോക്കായിട്ട് അവളൊന്ന് ഫ്യൂച്ചർ ബോസല്ലെന്ന് അറിയും. പക്ഷെ അവനാണ് നടക്കാൻ പോകുന്ന ആർക്കും അറിയത്തില്ലെന്ന് അറിഞ്ഞ് ഇവളെ ബോസായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവളൊന്ന് വീട്ടിൽ കൊണ്ടാക്കുമ്പോഴാണ് അവളും പോകുന്ന മുമ്പ് ഇവനെ സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അത് കേട്ട് അവനും കുറച്ച് ഇമോഷണൽ ആവും. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഷീഗോൻ ഇപ്പോൾ തിരിച്ച് കമ്പനിയിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാരും കൂടെ ആശുപത്രി നോക്കാത്തതിന് ഇവരൊക്കെ സോറി വയ്ക്കും. കാരണം ലിൻ ഇവളുടെ കൂടെ നിന്ന് നോക്കിക്കോളാന്ന് ഇവരൊക്കെ വരാതിരിക്കാൻ പറഞ്ഞാണ്. അതുകൊണ്ട് ഇവരും ആശുപത്രി എന്തിന് ഇത്രയും പേര് വരുന്നതെന്ന് പറഞ്ഞ് ഇവളെ നേരിട്ടൊന്നും നോക്കാത്തതിന് ഇപ്പൊ സോറി പറയും. പക്ഷെ അവളാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവരോടൊക്കെ സംസാരിച്ചിട്ട് അടുത്തായിട്ട് മീറ്റിംഗിൽ ചെല്ലും. അപ്പോഴാണ് തുടക്കത്തിൽ തന്നെ ലിന്നും ഹെൽത്തി ആയിട്ട് തിരിച്ചു വന്ന ഷീഗോന് ഒരു വെൽക്കം കൊടുക്കാന്ന് പറഞ്ഞ് അവരെല്ലാം കൂടെ ക്ലാപ്പ് അടിച്ച് വെൽക്കം ചെയ്യും. എന്നിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവനാണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇവനൊരു ആക്സിഡന്റ് സംഭവിച്ചോണ്ട് എല്ലാരും കൂടെ ഈ ഡിപ്പാർട്ട്മെന്റ് ഒരു ബാഡ് ലക്ക് ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് ആ ഒരു വൈബ് നമ്മൾ മാറ്റാൻ വേണ്ടി ഇന്നെല്ലാവർക്കും എന്റെ ഷീഗോന്റെ വക ഡിന്നർ എന്നറിയും. അതോടെ അവളാണ് പേടിച്ചിട്ട് എന്റെ വകയോ, എന്നെ എന്തിനാ മിസ്റ്റർ ലിൻ ഉൾപ്പെടുത്തുന്നത് എന്നിന് അവളും ചോദിക്കുമ്പോൾ അവനാണ് ഇവളും കൂടെ അല്ലേ ബിൽഡിംഗിൽ നിന്ന് എടുത്തു ചാടിയെന്നറിയും. അതുകൊണ്ട് രണ്ടുപേരും കൂടെ പകുതി പൈസ ഇട്ടാലേ അത് കറക്റ്റ് ആകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇവൾ ഇത് കേട്ട് മിക്കവാറും നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടെന്ന് വിചാരിക്കുമല്ലോ ഇവര് എന്നിന് അവളും പൈസയും കൂടെ നോക്കിയിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന അവനോട് പറയും. അതിനുശേഷം ഇവളുടെ കൂട്ടുകാരിയാണ് മിക്കവാറും മിസ്റ്റർ ലിൻ ഒരു വില കൂടി ഹോട്ടലായിരിക്കും ബുക്ക് ചെയ്യാമോന്ന് അറിഞ്ഞ് ഇവളോട് ആ കാര്യം പറയുമ്പോൾ ഷീഗോൻ എങ്കിൽ പിന്നെ അവിടെ ചെന്നതിന് ശേഷം പെർസ് മറന്നു എന്നറിഞ്ഞ് എല്ലാ ബില്ലും ലിന്നിനെ കൊണ്ട് തന്നെ അടപ്പിക്കുന്ന പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന കൂട്ടുകാരിയും മിക്കവാറും അങ്ങനെ ചെയ്യുവാണ് നിനക്ക് ഒരു 8ന്റെ പണി കിട്ടുമെന്ന് പറഞ്ഞ് വെറുതെ വേണ്ടി പ്രശ്നത്തിലാവണ്ടെന്ന് അറിയും. അതുകൊണ്ട് പൈസ എല്ലാം വേണമെങ്കിൽ ഞാൻ തരാന്ന് പറഞ്ഞ് ഇവള് ഷീഗോനെ സഹായിക്കാൻ നോക്കുമ്പോൾ കറക്റ്റ് ജോലി കഴിഞ്ഞ് ഇവരവിടേക്ക് ചെല്ലുമ്പോഴാണ് ഇവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പൈസ ഒന്നുമല്ല അത്. കാരണം അത്രയും റിച്ച് ആയിട്ടുള്ള ഹോട്ടലാണ്. അങ്ങനെ അത് കണ്ട് അവർ ഞെട്ടിപ്പോയിരിക്കുമ്പോൾ ലിന്ന അകത്തേക്ക് കയറുമെന്ന് പറഞ്ഞ് അവരെ പേഴ്സണലായിട്ട് ക്ഷണിച്ചിട്ട് പോകും. അതിനുശേഷം കൂട്ടുകാരിയും എന്റെ ശമ്പളം ഒന്നും ഇത് നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവരകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവനാണ് കുറെ ഫുഡ് ഡ്രിങ്കിന് ഓർഡർ ചെയ്തേക്കും. അങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ വന്ന് ഇവരതൊക്കെ വെട്ടി വരി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലിന്നാണ് പൈസ പേ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് കൂട്ടുകാരിയും മിസ്റ്റർ ലിൻ നല്ല വ്യക്തിയാടി കണ്ടോ, നിന്നോടൊന്നും പറയാതെ അങ്ങേര് ഒറ്റയ്ക്ക് പൈസ അടയ്ക്കാൻ വേണ്ടി പോയി, നിന്നെ ചുമ്മാ പേടിപ്പിച്ച് നോക്കിയതാ എന്ന് ഇവള് പറഞ്ഞിട്ട് ഷീഗോന് സന്തോഷത്തിരിക്കും. അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഇവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്ന അവനിപ്പോ കൗണ്ടറിൽ നിൽക്കുക, അതുകൊണ്ട് ഇവളുടെ പൈസ ആയിട്ട് നേരിട്ട് അവിടേക്ക് വരാൻ. അതോടെ അവള് പേടിച്ച് അവിടേക്ക് ചെല്ലുമ്പോൾ ഇവനാണ് പെർസ് എടുക്കാൻ മറന്നതെന്ന് പറഞ്ഞ് അവള് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സെയിം ഡയലോഗ് പറയും. ഇത് കേട്ട് അവളാണ് തകർന്നു പോയിട്ട് പെർസ് കൊണ്ടുവന്നില്ലെന്നോ, അതിനർത്ഥം ഞാനാണ് അപ്പൊ ഫുൾ പേയ്മെന്റ് അടയ്ക്കേണ്ടത് എന്നിന് ഇവളുടെ കാർഡ് എടുത്ത് കൊടുക്കുമ്പോൾ അവൾക്ക് നല്ല ദേഷ്യമായിരിക്കും. അങ്ങനെ ഇതൊക്കെ സന്തോഷത്തിൽ ലിന്ന അവിടെ നിന്ന് കൂളായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അതിനുശേഷം അവളും പൈസ എല്ലാം അടച്ചതിന് ശേഷം ഇവൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇവൾ സമാനപ്പെടുന്നതെന്ന്. അപ്പോഴാണ് അവളും എന്തായാലും ഇവൾ ആശുപത്രി കടന്നപ്പോൾ ബില്ലൊക്കെ ഇവ അടച്ചതുകൊണ്ട് അതിനു പകരം ഇത് പീക്കുല എന്ന് പറയും. എന്നാൽ മാത്രമേ അവൾക്ക് സമാധാനമായിട്ട് ഇനി ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഇവരെല്ലാം കൂടെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് മറ്റുള്ളവരൊക്കെ മിസ്റ്റർ ലിൻ ചെലവ് ചെയ്തത് അടിപൊളി ഫുഡാന്ന് പറഞ്ഞ് അവനെ കുറിച്ച് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവനും പറയുമ്പം ഷീഗോനാണ് പൈസ ഞാൻ കൊടുത്തിട്ട് ഇത് നിന്റെ എങ്ങനെ ചെലവാന്നെന്ന് പറഞ്ഞ് അവള് ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് അവരൊക്കെ ഈ ഫുഡിനൊക്കെ നല്ല പൈസ ആയി കാണുമല്ലോ പറഞ്ഞ് അവർ ചോദിക്കുമ്പം ലിൻ അതൊക്കെ ഒന്നും കുഴപ്പമില്ലെന്ന് പറയും. അതോടെ ഷീഗോനാണ് ദേഷ്യത്തി അവിടെ കൂട്ടുകാരുടെ ദേഹത്ത് ചാഞ്ഞു വീഴും. ഇതൊക്കെ കണ്ടിട്ട് ഇവിടെ ലിൻ സൈലന്റ് ആയിട്ട് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവനും അവരൊക്കെ ഹോസ്റ്റലിൽ ഒന്ന് കൊണ്ടാക്കുമ്പോഴാണ് ലിൻ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഷീഗോനാണ് ഞങ്ങൾ രണ്ടൊരു കട്ട എനിമീസ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് കുറെ അടുത്ത പോലെ തോന്നുന്നില്ല, ഇത്രയും പെട്ടെന്ന് റിലേഷൻഷിപ്പ് മാറും എന്നിന് ഇവളിങ്ങനെ അവനെ കുറിച്ച് ആലോചിച്ചിട്ട് അവനോടൊന്ന് ബായ് പറയാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇവൾ വരുന്നുണ്ട് അവന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോഴാണ് അവളും നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു പ്രശ്നം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പോൾ അവനാണ് സന്തോഷത്തി ഒരു പ്രശ്നമില്ലെന്ന് പറയും. അത് കേട്ട് അവള് ഹാപ്പി ആയിട്ട് എങ്കിൽ പിന്നെ ആദ്യമൊക്കെ എന്തിനാ ഇവളോട് ദേഷ്യത്തിൽ സംസാരിച്ചേന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അത് ഇവളുടെ മറവി കാരണമെന്ന് പറഞ്ഞ് ഇവൻ ആ കാര്യം പറയുമ്പം അവൾക്കൊന്നും പിടിയിട്ടാതെ ഞാൻ എന്തോ മറന്നെന്നറിഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് ബാക്കി എല്ലാവരും ഇവരെ തന്നെ നോക്കുന്നുണ്ട്. ലിന്നാക്കാർ ഇവളോട് പറയുമ്പം അവളും കുറച്ച് ടെൻഷനി എങ്കിൽ പിന്നെ ബായ് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും തന്നെ ഞാൻ അങ്ങനെ എന്തോ മറന്നെന്നറിഞ്ഞ് ഇവളിങ്ങനെ കുറെ ആലോചിച്ചോണ്ടിരിക്കുമ്പം ഇവളുടെ കൂട്ടുകാരിയും നിങ്ങൾ രണ്ടൊരു സീക്രട്ട് ആയിട്ട് എന്തോ സംസാരിച്ചെന്നറിഞ്ഞ് അവൾ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കും. അങ്ങനെ അന്ന് രാത്രി ഇവിടെ ഷുവാൻഷുവും അവൻ ബാങ്കിൽ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ്
ഇവന്റെ കൂട്ടുകാരനാണ് ഫോൺ വിളിച്ചിട്ട് അവന്റെ കല്യാണത്തിന് ക്ഷണിക്കും. അതുകൊണ്ട് ശുവാൻഷുവും അവൻ തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലി കഴിഞ്ഞ് ലേറ്റായിട്ട് പോകുന്ന ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു പെങ്കൊച്ചാണ് ഇവൻ ഓൺ സൈഡായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇവളുടെ പേര് ക്രിസ്. അതേസമയം തന്നെ ഇവിടെ ഷീഗോനും അവസാനമായിട്ടായിരിക്കും അവളുടെ വർക്ക് ചെയ്ത് തീർക്കുന്നത്. അതിനുശേഷം അവളതൊക്കെ ചെയ്ത് തീർത്തിട്ട് ലിന്നിനോട് ചെന്ന് ഈ കാര്യം പറയുമ്പോൾ അവനാണ് അപ്പൊ തന്നെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഇവളുടെ കൂടെ ഒരുമിച്ച് കമ്പനിയിൽ നിന്ന് ഇറങ്ങും. അപ്പോഴാണ് അവൾക്കൊരു സംശയം ഉണ്ടെന്നറിഞ്ഞ് എന്തുകൊണ്ട് എപ്പോഴും ഇവൾക്ക് മാത്രം ഇങ്ങനെ ലേറ്റായിട്ട് വർക്ക് ആയിരുന്നു ചോദിക്കും. കാരണം അവൻ മനഃപൂർവ്വം ഇവന്റെ കൂടെ ഇറങ്ങാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്നല്ലേ തോന്നുന്നത്. പക്ഷെ അവനാണ് ഈ കമ്പനിയുടെ പകുതി ഷെയർ ഇവളുടെ ഫാമിലിയുടെ പേരിലായതുകൊണ്ട് ഒരു ബോസായിട്ട് ഇവളല്ലേ കട്ടപ്പണി എടുക്കണ്ടേന്ന് അറിഞ്ഞ് അതുകൊണ്ട് ഇവൾക്ക് ഈ ജോലി ഇരുന്നെന്ന് പറയും. അത് കേട്ട് അവളും കുറച്ച് ശോകം അടിച്ചിരിക്കുമ്പോൾ ഇവനാണ് ഇനി തൊട്ട് ഇവനെ മിസ്റ്റർ ലിൻ എന്ന് വിളിക്കണമെന്ന് പറയും. അങ്ങനെ അത് കേട്ട് അവളും എങ്കിൽ പിന്നെ ശരി ലിൻ നമുക്കിപ്പോ പോയാലോ എന്നിട്ട് അവള് ബായ് പറഞ്ഞിട്ട് നടക്കുമ്പം ഇവനാണ് അവള് വീണ്ടും തിരിച്ചു വിളിക്കും. കാരണം ഇവന്റെ ടേബിളിനകത്ത് ഒരു കീച്ചേൻ കണ്ടായിരുന്നു. അതുകൊണ്ട് ഇവളാണോ അത് വച്ചേൻ ചോദിക്കുമ്പം അവളിവ സേഫായിട്ട് കാർ ഓട്ടിക്കാൻ വേണ്ടി ആ കീച്ചേൻ വാങ്ങിച്ചാന്നറിഞ്ഞ് അത് കാറി ഇട്ടോളം പറയും. കൂടാതെ പൈസ ഒന്നും ഞാൻ ചോദിക്കുന്നില്ലെന്ന് ഇവളും പറയുമ്പം ഇത് കേട്ട് അവന് സന്തോഷത്തി ഇവളിത് എപ്പോഴാ വാങ്ങിച്ചെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ആശുപത്രി കിടക്കിന് മുമ്പേ തന്നെ ഇത് വാങ്ങിച്ചെന്ന് ആ കാര്യം പറയുമ്പം അവനെങ്കിൽ പിന്നെ മുമ്പേ തന്നായിരുന്നെങ്കിൽ ഇവ ഹോട്ടലിൽ വരുമ്പോൾ പൈസ എടുക്കാൻ മറന്നാണത്തില്ലെന്ന് പറയും. അതിനുശേഷം അവനും ഇവൾക്കുണ്ടായ മുറിവ് പെട്ടെന്ന് മാറാൻ വേണ്ടി ഒരു ഓയിൽമെന്റ് എടുക്കുമ്പം അവളാണ് പാടൊക്കെ തന്നെ പോയിക്കോളെന്ന് പറയും. അപ്പോഴാണ് അവനും പെട്ടെന്ന് വെഡ്ഡിംഗ് കാർഡ് എടുത്ത് കാണിച്ച് ചിലപ്പോൾ ഇത് കാരണം ഇവൾ കല്യാണത്തിന് വരാതിരിക്കുന്ന പറഞ്ഞ അവൻ തന്നേന്ന് പറയും. കാരണം അന്ന് ഒച്ച വെച്ച ഇവന്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് ഇവളും കൂടി ഇപ്പൊ ക്ഷണിച്ചേക്കുക. അതുകൊണ്ട് അവൾ ഈ കാര്യം അവളെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് അവന്റെ കൂട്ടുകാരിക്ക് ഹൈറ്റ് ഒത്തിരി പേടിയായതുകൊണ്ട് ഇവളെ നിന്നപ്പോ ഒച്ച വെച്ചേന്ന് പറയും. അങ്ങനെ ആ കൊച്ചിന് ഇവൾ വീണതി ഒരു കുറ്റബോധം ഉള്ളതുകൊണ്ട് ഇവളെയും കൂടെ കല്യാണത്തിന് വിളിച്ചെന്നറിഞ്ഞ് അവളുടെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവരാണ് ഈ വെഡ്ഡിംഗ് കാർഡിനകത്ത് ഇവളുടെ പേര് പിന്നീട് ആരാണ്ട് എഴുതി വെച്ചേക്കുമെന്ന് പറയും. അങ്ങനെ ആ കാര്യം അവളുമാര് കണ്ടുപിടിക്കുമ്പം ഷീഗോനാണ് എന്നും പറഞ്ഞ് മിസ്റ്റർ ലിന്നാണ് ഈ വെഡ്ഡിംഗ് കാർഡിനകത്ത് എഴുതാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾ ചുമ്മാ തമാശക്ക് അറിയും. പക്ഷെ സത്യത്തിൽ അവനായിട്ടാണ് ഇവളെ കല്യാണത്തിന് ക്ഷണിച്ച് അവന്റെ കൂട്ടുകാരിക്കോലും ഈ കാര്യം അറിയത്തില്ല. അതിനുശേഷം ഇവളെ ഷീഗോന്റെ ഫ്രണ്ട്സും എന്തായാലും ഓസിന് കിട്ടുന്ന ഫുഡിന് നീ തീർച്ചയായിട്ടും പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഇവളെ പോകാൻ വേണ്ടി പറയും. അതിനുശേഷം അടുത്ത ദിവസം ഷീഗോന്റെ കൂട്ടുകാരിയും അവളുടെ കല്യാണത്തിന് ഇപ്പൊ ക്ഷണിക്കും. അങ്ങനെ ഇത് കേട്ട് ഷീഗോനാണ് ഷോക്കായിട്ട് അതിനുമ്പ് ഇവളുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരി കല്യാണം കഴിക്കുന്ന വേറെ ആരുമല്ല ഷുവാൻഷുവിന്റെ കൂട്ടുകാരനെയാണ്. അവന്റെ കോളേജ് വെച്ച് തന്നെ ഇവരതൊക്കെ ഉറപ്പിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ ഷീഗോനോട് ആ കാര്യം പറയുമ്പം അവളെങ്കിൽ പിന്നെ ആ കല്യാണത്തിന് ഷുവാൻഷു വരെയെന്ന് പറഞ്ഞ് കുറച്ച് ഇമോഷണൽ ആയിരിക്കും. അതേസമയം അവളുടെ കൂട്ടുകാരിയും കല്യാണം ജനുവരി 2-നാ. പക്ഷെ തലേന്ന് തന്നെ എല്ലാരും വന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞ് ഇപ്പൊ ഷീഗോനെ വിളിക്കുമ്പം അവള് ശിവാങ്ഷുവിനെ കാണണമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അവൾക്ക് ജനുവരി 1 കമ്പനി വർക്കുണ്ടെന്ന് പറയും. ഇത് കേട്ട് അവളുടെ കൂട്ടുകാരിയും ന്യൂ ഇയറിന്റെ അന്ന് നിനക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞ് അവൾ വിശ്വസിക്കാതിരിക്കുമ്പം ഷീഗോനും ഞങ്ങളുടെ കമ്പനി അങ്ങനെയാന്ന് പറഞ്ഞ് അവള് 2-ാം തീയതി വന്നോളെന്ന് പറയും. അതിനുശേഷം ഷീഗോനും 1-ാം തീയതി ലിന്ന് ഇവളെ കല്യാണത്തിന് വിളിച്ചുകൊണ്ട് അവളിപ്പോ ഒരു തീരുമാനത്തിലെത്തി നേരെ അവന്റെ അടുത്തേക്ക് ചെന്ന് ഇവള് കല്യാണത്തിന് വരാൻ തയ്യാറാന്ന് പറയും. അപ്പനാണ് അവൻ സന്തോഷെത്തി ഇവള് വരുന്നത് അവന് സന്തോഷമുള്ളെന്ന് പറയും. അപ്പനാണ് അവളും എങ്കിൽ പിന്നെ എങ്ങനെയാ പോകുന്നതെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം അവൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ ഓഫീസിന്റെ അവിടെ വന്നാന്ന് പറയും. അതിനുശേഷം ഇപ്പൊ ന്യൂ ഇയർ ആയിട്ട് ഇവളും ലിന്റെ കൂടെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഇവള് കാറിൽ കയറുന്നവരെ തണുപ്പ് പിടിക്കാതെ കുറെ ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞ് അവള് ചൂസ് ചെയ്യാൻ വേണ്ടി പോകും. ഇതേ സമയം ഇവിടെ ലിന്നും അവൾക്ക് വേണ്ടി ഓഫീസിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പം അവള് വാങ്ങിച്ചു തന്ന കീച്ചെൻ നോക്കിക്കൊണ്ട് അവന് സന്തോഷത്തിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന ഷീഗോനാണ് അവള് ജോലി ചെയ്യുന്ന യൂണിഫോം ആയിരിക്കും ഇട്ടോണ്ടിരുന്നത്. കാരണം അതിട്ട അത്രയ്ക്ക് തണുപ്പ് ഫീൽ ആവത്തില്ല. ഇതേ സമയം ഇത് കാണുന്ന അവനും ഇത് ഇട്ടോണ്ട് കാറി കയറിയ പിന്നെ ജോലിക്കാരായിട്ട് പോകുന്ന പോലെ അവന് ഫീൽ ആണെന്ന് പറയും. അപ്പോഴാണ് അവളും ഇവൾക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ പോകുന്ന വഴിക്ക് ഇവൾക്ക് കുറെ ഡ്രസ്സ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് അവന്റെ കൂട്ടുകാരിയുടെ കടയിലേക്ക് ചെല്ലും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവൾ ഷോപ്പിംഗ് ചെയ്യുമ്പം ഇവന്റെ കൂട്ടുകാരിയാണ് ഇവരെ കണ്ടിട്ട് കപ്പിൾസ് ആയിട്ട് തെറ്റിയിരിക്കും. പക്ഷെ അവനും അതേപടി പോട്ടെ എന്നറിഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പം ഷീഗോനും ഇവനെന്താ അവരങ്ങനെ തെറ്റിദ്ധരിച്ചപ്പോ ഒന്നും പറയുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ലിന്നും ചിലപ്പോൾ അത് കാരണം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് അവൻ ആ ചാൻസ് യൂസ് ചെയ്തെന്ന് പറയുമ്പം ഇവളത് വിശ്വസിച്ചിട്ട് എങ്കിൽ പിന്നെ അതേപോലെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവൾ ഓരോ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫാണ് ഇവൾക്ക് ഓരോ ഡ്രസ്സും തന്ന് അത് ഇട്ട് നോക്കാൻ വേണ്ടി പറയുമ്പം അവൾ ഇടാനൊന്നും സമയമില്ലെന്നറിഞ്ഞ് ഇവർക്ക് ഇവിടുന്ന് കുറെ ദൂരം യാത്ര ചെയ്യണമെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന ലിന്നാണ് അത്രയ്ക്ക് ധൃതിയൊന്നുമില്ല നീ പതി ഓരോ ഇട്ട് നോക്കി എന്നായെന്നറിഞ്ഞ് അവളുടെ സമയം എടുക്കാൻ പറയും. അതിനേശം അവളും എങ്കിൽ പിന്നെ ഞാൻ പെട്ടെന്ന് വന്നോളെന്ന് പറഞ്ഞ് അവൾ ഓരോ ഡ്രസ്സായിട്ട് ഇട്ട് നോക്കിക്കൊണ്ടിരിക്കും. അതിനേശം അവസാനം ഇവളെ ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും ഇത് ഇവൾക്ക് നല്ല ചേർച്ചയാന്ന് പറയും. പക്ഷേ ഈ ഡ്രസ്സിങ്ങിന്റെ കൂടെ ഹെയർ സ്റ്റൈലും ഞാൻ മാറ്റിത്തരാന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോകുമ്പം ഇവളാണ് അതിനും സമയം എടുക്കത്തില്ലെന്ന് ലിനിനെ തന്നെ നോക്കിക്കൊണ്ട് പോകും. പക്ഷെ അവനാണ് ഇവൾ എത്ര സമയം എടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുക. അതിനേശം അവളുടെ കോസ്റ്റ്യൂമും ഹെയർ സ്റ്റൈലെല്ലാം മാറ്റി അവൾ കുറച്ച് ലുക്കായിട്ട് വന്ന് നിൽക്കുമ്പം ലിന്നെന്തോ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾ നൈസിന് അവനെ തിരിഞ്ഞു നോക്കും. അപ്പോഴാണ് അവൻ നോക്കാൻ തന്നിട്ട് ഇവളാണ്
അവനെ ഞാൻ എന്തിനാ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഇവൾ അവിടുത്തെ സ്റ്റാഫിന് താങ്ക്സ് പറയും. എന്നിട്ട് അവളും പൈസ സെറ്റിൽ ചെയ്യാൻ നോക്കുമ്പോൾ അവരാണ് പൈസ മുമ്പേ തന്നെ മിസ്റ്റർ ലിൻ അടച്ചേർത്തെന്ന് പറയും. അത് കേട്ട് അവളാണ് ഷോക്കായി അവനെ നോക്കുമ്പോൾ അവൻ അവന്റെ വകയാന്ന് പറഞ്ഞ് അവിടുന്ന് ബുക്ക് അടിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ട് അവൾ അടുത്തേ ചെന്ന് ഇവൾ ഈ ഡ്രസ്സിനെ ചൂസ് ചെയ്യുന്ന അവൻ അങ്ങനെ അറിഞ്ഞും ചോദിക്കും. അപ്പോഴാണ് അവനും നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ ഇങ്ങനത്തെ ഡ്രസ്സ് ചൂസ് ചെയ്യത്തുള്ളൂ പറഞ്ഞ് ഇവൾക്ക് വേറെ എല്ലാം വാങ്ങിക്കാനുണ്ടോ ചോദിക്കും. അപ്പോഴാണ് അവളാണ് ഇനിയിപ്പോ വാങ്ങിച്ച സമയം പോവും, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എന്റെ കൂട്ടുകാരായിട്ട് വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളെന്ന് പറഞ്ഞ് ഇവരവിടെ നിന്ന് ഇറങ്ങാൻ നോക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ലിന്റെ ഫ്രണ്ടാണ് നീ എന്തിനാ പൈസയൊക്കെ പേ ചെയ്തെന്ന് പറഞ്ഞ് ഇവനെ ഫ്രീ ആയിട്ട് തന്നെ ഡ്രസ്സ് എടുത്തോണ്ട് പോകാൻ പറയും. അപ്പോഴാണ് ലിന്നും ഫ്രീ ആയിട്ട് ഈ തവണ വാങ്ങിച്ച അടുത്ത പ്രാവശ്യം പിന്നെ എനിക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് ഇവൾ ഈ പൈസ വെച്ചോളം പറയും. പക്ഷെ അവളാണ് ഇവൻ തന്ന പൈസ തിരിച്ച് തരാൻ വേണ്ടി നോക്കുമ്പോൾ ലിന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാല് എന്റെ ഗേൾ ഫ്രണ്ട് ഇഷ്ടപ്പെടത്തുള്ളൂ പറഞ്ഞ് ഷീഗോനെ നോക്കി പറയും. അങ്ങനെ അതുകൊണ്ട് അവളും കൂടെ ചേർന്ന് ആക്ട് ചെയ്യുമ്പോൾ അവസാനം അവന്റെ കൂട്ടുകാരിക്കൊന്നും പറയാൻ പറ്റാതെ ഇവരുടെ റൊമാൻസ് കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഇവരവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഷീഗോന് പൈസയൊക്കെ ഇവളെ പിന്നെ അയച്ചുതരാന്ന് പറഞ്ഞ് ആ ബില്ല് നോക്കുമ്പോഴാണ് ഇവർക്ക് 50% ഡിസ്കൗണ്ട് കിട്ടിയെന്ന് അവൾ അറിയാൻ വരുന്നത്. അതോടെ അവളും എങ്കിൽ പിന്നെ കുറച്ചും കൂടെ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞ് അവൾ ഇറങ്ങാൻ നോക്കുമ്പോൾ ഇവനാണ് ഇനി പോയ നമ്മുടെ സമയം പോകുന്ന പറഞ്ഞ് ഇവൾ അടുത്ത പ്രാവശ്യം ഒന്ന് വാങ്ങിക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇത് കേട്ട അവളും എങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം എന്റെ ഫ്രണ്ട്സായിട്ടൊന്ന് വാങ്ങിച്ചോളാന്ന് അവള് പറയുമ്പോൾ ഇവന് എന്റെ കൂടെ വന്നാൽ മാത്രമേ ഈ ഓഫർ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കും. അതായത് അടുത്ത പ്രാവശ്യം പോകണമെങ്കിൽ ഇവനെ വിളിക്കണം എന്നാണ് അവൻ പറയുന്നത്. അതിനുശേഷം ഇവരും കല്യാണത്തിന് ചെല്ലുമ്പോഴാണ് അവന്റെ കൂട്ടുകാരിയാണ് ഷീഗോനെ കണ്ടിട്ട് ഇതാരാൻ ചോദിക്കും. കാരണം അവൾ ക്ഷണിച്ചിട്ടല്ല ഇവിടേക്ക് വന്ന്. അപ്പോഴാണ് ലിന്നും അന്ന് നീ ഒച്ച വെച്ച് ഒരു പെങ്കൊച്ചിനെ വീഴ്ത്തി അറിയാന്ന് പറഞ്ഞ് അവൻ ഓർമ്മപ്പെടുത്തി കൊടുക്കുമ്പം അവൾക്ക് പിടിയിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഷീഗോനോട് സോറി അറിയും. അവൾ പേടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടല്ലേ ഇവൾ അവിടെ നിന്ന് വീണു എന്ന്. അങ്ങനെ കണ്ടിട്ട് മനസ്സിലാത്തതിന് സോറി അറിയുമ്പോൾ ഷീഗോൻ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എന്തായാലും അങ്ങനെ ചാടിയത് അവളുടെ തെറ്റാന്ന് പറയും. അതിനേശം ഇവിടെ ലിന്നിനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടായി അവന്റെ കൂട്ടുകാരിയാണ് ഞാൻ സോറി പറയാനെ വിളിച്ചോണ്ടുവരാൻ പറഞ്ഞ്, പക്ഷെ നീ അവളെ കല്യാണത്തിന് വിളിച്ചോണ്ടെന്ന താങ്ക്സ് മാൻ, പക്ഷെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നീ അവളെ കല്യാണത്തിന് ക്ഷണിച്ചെന്ന് മുമ്പ് എന്നോട് പറയാത്തത് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞു അതിനെ എന്ന് ഇവളും ചോദിക്കുമ്പം അവനാണ് അങ്ങനെ സംശയം വന്ന അതെനിക്ക് നല്ലതല്ലെന്ന് പറഞ്ഞ് ഇവൻ ഇപ്പൊ സങ്കടപ്പെടും ആ കാര്യം അവൾക്ക് പിടികിട്ടിയില്ലെന്ന്. കാരണം ഇവൻ തന്നെയാണ് ഷീഗോനെ വിളിച്ചു വരുത്തിയെന്ന് അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെ വിളിച്ചോണ്ടെന്ന്. പക്ഷെ പാക ഷീഗോൻ അത് മനസ്സിലായില്ല. അവൾ ഇപ്പോഴും വിശ്വസിക്കുന്ന അവന്റെ കൂട്ടുകാരി വിളിച്ചു തന്ന്. അതിനുശേഷം ഇവരകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഷീഗോനാണ് നമ്മളെല്ലാരും കണ്ട് കപ്പിൾസ് ആയിട്ട് വിചാരിക്കാന്ന് പറഞ്ഞ് അതൊരു പ്രശ്നമല്ലേ ജയിക്കും. അപ്പോഴാണ് ലിന്നും എന്തായാലും ഇത്രയും വർഷം സിംഗിൾ ആയതുകൊണ്ട് അവൻ ഇപ്പോഴും ആശ്വാസമായെന്ന് പറഞ്ഞ് അവനത് കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ഇവളാണ് ഡിസ്കൗണ്ട് കിട്ടുന്നതുകൊണ്ട് അവിടെ ആക്ട് ചെയ്ത ഇവിടെ എനിക്ക് എന്ത് ഡിസ്കൗണ്ട് കിട്ടാൻ പോയെന്ന് പറഞ്ഞ് അവൾ ഇതിന് ആക്ട് ചെയ്യണം ജയിക്കും. അപ്പോഴാണ് അവനും ഇത് കേട്ട് ചിരിച്ചിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് അവൻ നടന്നു. അപ്പോഴാണ് ആ മറ്റേ അവന്റെ ഫ്രണ്ട് ഡോക്ടറിനെ കാണുമ്പോൾ അവൻ ഇവ രണ്ടുപേരും ഒരുമിച്ചുണ്ട് ഇതുപോലെ രണ്ടുപേരും കൂടെ ഇവിടെ പറഞ്ഞ് അവൻ തെറ്റിയിരിക്കും. അതേസമയം ഈ കല്യാണത്തിന് ലിന്നിനെ പഠിപ്പിച്ച അവന്റെ പ്രൊഫസർ വന്ന് കാണും. അങ്ങനെ അതുകൊണ്ട് അവൻ അടുത്തേ ചെന്ന് അവന്റെ സാറിന് എങ്ങനെ കൊണ്ടെന്ന് പറഞ്ഞ് തിരക്കൊണ്ടിരിക്കുമ്പം അദ്ദേഹമാണ് ഒരു ഡോക്ടറായിട്ട് എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവന് സുഖമാണെന്ന് തിരക്കും. അപ്പോഴാണ് കൂടെ ഷീഗോനെ കണ്ടിട്ട് ഇവന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൾ എന്താണെന്ന് അറിയാതെ ഇവനെ നോക്കും. അപ്പോഴാണ് ലിന്നും ഗേൾ ഫ്രണ്ട് അല്ല ഇപ്പോഴും ഞാൻ അവളെ സെറ്റാക്കാൻ നോക്കാന്ന് പറഞ്ഞ് ഇവൻ മനസ്സിലുള്ള കാര്യം തുറന്നു പറയും. അത് കേട്ട് അവള് മൊത്തത്തിൽ അങ്ങ് ഞെട്ടിപ്പോകും. എന്നാലും അവള് വിചാരിക്കുന്ന ഇവൻ ചുമ്മാ ആക്ട് ചെയ്യാതിരിക്കുന്ന അതുകൊണ്ട് അവന്റെ കൂടെ ചേർന്ന് ആക്ട് ചെയ്യണോ വേണ്ടെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം അവന് സാറിനോട് സംസാരിച്ചിട്ട് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം ഇത് കണ്ട അവളും ഇവന് പെട്ടെന്ന് എന്തോ പറ്റും ചോദിക്കും. അപ്പോഴാണ് അവനും സാറിനെ കണ്ടപ്പോഴാ ഇവന്റെ കൂടെ പഠിച്ചെല്ലാം ഫേമസ് ആയ ഡോക്ടർ ആയതുകൊണ്ട് ഇവ മാത്രം സാറിന് ഒരു നല്ല പേര് ഉണ്ടാക്കില്ലെന്ന് വിചാരിച്ചിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് ഡോക്ടർ ആയില്ലെങ്കിലും നീ ഒരു അടിപൊളിയായിട്ടുള്ള വ്യക്തിയാന്ന് പറഞ്ഞ് ആക്സിഡന്റ് നടന്നത് ഇവന്റെ തെറ്റല്ലെന്ന് പറയും. അതുകൊണ്ട് ഒരു ഫ്യൂച്ചർ ബോസ് ആയിട്ട് ഇവനെ കുറിച്ച് അവള് പൊക്കി വിചാരിക്കുമെന്ന് പറയുമ്പോൾ ഇതേക്കുന്ന ലിന്നാണ് ഫ്യൂച്ചർ ബോസോ ആര് നീയോ എന്നിന് അവനും ചോദിക്കുമ്പോൾ അവളാണ് ഞാനല്ലാതെ പിന്നെ ആരും ചോദിക്കും. എന്നിട്ട് അവളൊരു ഫ്രണ്ടിന് കല്യാണത്തിന് എന്നിട്ട് ഇങ്ങനെയാണോ വിഷമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾ ആദ്യമായിട്ട് ഒരാൾ പ്രൊപ്പോസ് ചെയ്തിട്ടും ഇത്ര സങ്കടത്തിൽ ഇരിക്കണമെന്ന് പറയും. അപ്പോഴാണ് അവനും അപ്പൊ അത്രയ്ക്കും ഒരു പോപ്പുലർ ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് അവളെ കളിയാക്കുമ്പം ഇവളാണ് അത്രയും പെട്ടെന്ന് മനസ്സിലായെന്നറിഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കും. അതിനെ ശിവലെല്ലാം കൂടെ ഒരുമിച്ച് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഇവിടെ അവന്റെ കൂട്ടുകാരനും എന്തോ കളിയെ നടക്കുന്നതെന്ന് പറഞ്ഞ് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും ലിന്നന്റെ ഗേൾ ഫ്രണ്ടാന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അവളാണ് ഗേൾ ഫ്രണ്ട് എന്നല്ല കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് ഇവരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും. അതേപോലെ തന്നെ ലിന്നും കല്യാണ പെണ്ണ് കാരണം ഇവള് ബിൽഡിങ്ങിൽ നിന്ന് വീഴുന്നോണ്ട് ആ ഒരു കുറ്റബോധത്തിൽ ഇവൾ ഇങ്ങോട്ടേക്ക് വിളിച്ചതെന്ന് പറയും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനാണ് അവസാനം വന്ന് നീ ഡ്രിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ലിന്നെ കുടിക്കാൻ പറയുമ്പോൾ അവന് പെടുന്ന ഗ്ലാസ് വാങ്ങിച്ചിട്ട് എനിക്ക് വരാം ഇവള് കുടിക്കുമെന്ന് പറഞ്ഞ് ഷീഗോന്റെ അടുത്തേക്ക് നീട്ടും. അപ്പോഴാണ് അവളാണ് ഷോക്കായിട്ട് ഞാൻ കുടിക്കണോ എടാ ദ്രോഹി എന്നിന് അവന് ദേഷ്യത്തിൽ നോക്കും. അപ്പോഴാണ് ഇത് കണ്ട അവന്റെ കൂട്ടുകാരനും എന്റെ അളിയന് നാണക്കേടെന്ന് പറഞ്ഞ സംഭവം ഇല്ല എപ്പോഴും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങ് സംസാരിക്കും എന്നിന് അവരൊക്കെ ചിരിച്ചും പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ കല്യാണ പെണ്ണും പയ്യനും കൂടെ അവിടേക്ക് എൻട്രി കാണിക്കും. അങ്ങനെ ഈ സമയം നോക്കി ഷീഗോനും അവളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തേക്കുമ്പോഴാണ് ഇത് കാണുന്ന ലിന്നാണ് ഇവള് പൈസ കൊണ്ടുവന്നും ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നെ ഓസിന് ഫുഡ് കഴിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് വന്നതിന് ഇവള് പൈസ
പൈസ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവന്റെ പൈസ എന്തെങ്കിലും ചെയ്യിക്കും. അപ്പോഴാണ് ലിന്നും ആ മുമ്പേ തന്നെ അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ അയച്ചെന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന വെഡിങ് കപ്പിൾസും ഇവരൊക്കെ എന്തോ ചെയ്യുന്ന പറഞ്ഞ് തിരക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ കൺഗ്രാജുലേഷൻ പറയും. അപ്പോഴാണ് ഷീഗോൻ അവളുടെ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ മറ്റവളാണ് വാങ്ങിക്കാതെ ലിന്റെ കൂടെ വന്നോണ്ട് ഇവള് തരണ്ടെന്ന് പറയും. പക്ഷെ ഷീഗോനും എന്തെങ്കിലും ഇത് വാങ്ങിക്കുന്ന പറഞ്ഞ് അവൾ ഫോഴ്സ് ചെയ്യുമ്പോൾ ലിന്നാണ് പൈസ വാങ്ങിച്ചിട്ട് അവൾക്ക് ഡബിൾ ആയിട്ട് തിരിച്ചു കൊടുത്തതെന്ന് പറയും. അതിനുശേഷം അവരൊക്കെ അവിടെ നോമ്പരാണ് ഷീഗോനാണ് എന്തിനാടാ ഡബിൾ ആയിട്ട് എനിക്ക് തരാൻ പറഞ്ഞെന്ന് ഇവൾ അവനെ വഴക്കുറയുമ്പോൾ അവനാണ് ഫ്യൂച്ചർ ബോസിന് കുറച്ച് പൈസ തിരികിട്ടെന്ന് പറഞ്ഞ് അവനിങ്ങനെ പറഞ്ഞെന്ന് പറയും. ഇത് കേട്ട് അവൾക്ക് ചിരി വന്നിട്ട് എങ്കിൽ പിന്നെ താങ്ക്സ് എന്ന് പറയും. അതേസമയം ബാക്കി എല്ലാവരും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് പുറത്തുപോയി പാട്ടൊക്കെ പാടാന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുമ്പം ഷീഗോനാണ് നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവൾക്ക് എന്തോ അതൊന്നും ഇഷ്ടമല്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണ് എന്റെ പാട്ട് കേട്ട എല്ലാരും കൂടെ സ്ഥലം വിട്ടുപോകുന്ന പറഞ്ഞ് ഇവന് മുമ്പേ തന്നെ വാൺ ചെയ്യും. അപ്പോഴാണ് അവനൊന്നും പറയാതെ ഇവളെ തന്നെ തുറച്ചു നോക്കിയിട്ട് എങ്കിൽ പിന്നെ പാട്ടോടാൻ വരുന്നില്ലെങ്കിൽ ഇവിടുത്തെ വെഡിങ് കപ്പിൾസിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വരുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ അത് കേട്ട് പേടിച്ച് പ്രാങ്ക് ചെയ്യാനോ, എന്നിട്ടാണ് എന്റെ കല്യാണത്തിന് ആൾക്കാരൊക്കെ പ്രാങ്ക് ചെയ്യാൻ, എനിക്ക് ഈ കർമ്മമൊന്നും വേണ്ട, ഇനി നീ അവരെ പ്രാങ്ക് ചെയ്താ നിന്നെ ആൾക്കാർ കല്യാണത്തിന് പ്രാങ്ക് ചെയ്യും എന്നിട്ട് അവള് പറഞ്ഞിട്ട് അവൻ ശരിയെന്ന് പറഞ്ഞിരിക്കുമ്പം പെട്ടെന്ന് അവന്റെ കൂട്ടുകാരനാണ് നിങ്ങൾ ആ പ്രാങ്ക് ഒന്ന് കണ്ടാല് നിനക്കും കല്യാണത്തിനെ കുറിച്ചൊക്കെ മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് ലിന്നും ഷീഗോൻ അതൊക്കെ കണ്ട അവളുടെ കല്യാണത്തിന് തിരിച്ചുവരുമെന്ന് അവള് പേടിക്കുമെന്ന് പറയുമ്പം ഇത് കേട്ട് അവളും ഞാൻ പറഞ്ഞേക്ക് എന്തിനാണ് അവിടെ പറയുന്നതെന്ന് അവളിങ്ങനെ ചമ്മിപ്പോയിരിക്കും. അതിനുശേഷം അവളും ദേഷ്യത്തി ഇവൻ ചുമ്മാ തള്ളുവെന്ന് പറഞ്ഞ് അവരോടൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് ലിന്നും സൈലന്റ് ആയിട്ട് ചിരിച്ചിട്ട് അവസാനം ഇവര് മാറി എന്ന് ആ പ്രാങ്ക് കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ കല്യാണ ചെറുക്കനും പെണ്ണും കൂടെ ആദ്യമായിട്ട് കണ്ട സമയമെല്ലാം കൂടെ ചോദിച്ച് അവരിത് കറക്റ്റായിട്ട് പറയത്തോണ്ട് ഇവർ പനിഷ്മെന്റ് കൊടുക്കുമ്പോഴാണ്. അതേസമയം ഷീഗോനും കറക്റ്റ് സമയമൊക്കെ ചോദിച്ച് ആർക്കറിയാന്ന് പറഞ്ഞ് അവൾ ലിന്നിന്റെ കൂട്ടുകാരനോട് ചോദിക്കും. അപ്പോഴാണ് അവനും അങ്ങനെ ചോദിച്ചാലല്ലേ പനിഷ്മെന്റ് കൊടുക്കാൻ പറ്റത്തുള്ളെന്ന് അവനതൊക്കെ കണ്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ലിന്നാണ് അവനെ കൊണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് പറയാൻ പറ്റുമെന്ന് പറയും. അപ്പോഴാണ് ഷീഗോനും നിനക്കതൊക്കെ കറക്റ്റായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവൾ വിശ്വസിക്കാതെ എങ്കിൽ പിന്നെ ഇവന്റെ ഫ്യൂച്ചർ വൈഫിനെ ആദ്യമായിട്ട് എപ്പോഴാ കണ്ട സമയമൊക്കെ ഇവൻ അറിയാൻ ചോദിക്കും. അങ്ങനെ സിംഗിളായിട്ട് നിനക്കെന്താ അറിയാന്ന് പറഞ്ഞ് അവള് പറഞ്ഞിട്ടിരിക്കുമ്പം ഇവൻ പെട്ടെന്ന് ജനുവരി 15 കറക്റ്റ് 7:30 ഞാൻ കണ്ടെന്ന് അവൻ പറയും. അത് കേട്ട് അവളാണ് ചുമ്മാ തള്ളുവല്ലേന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. പക്ഷെ ഇതേ സമയം ഇവൻ ആദ്യമായിട്ട് ഇവളെ കണ്ട ആ സമയം പറഞ്ഞ കാരണം അവനെ നല്ലോണം ഓർമ്മയുണ്ട്. അതിനുശേഷം ഇവരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ലിന്നാണ് ഇവൾ കർമ്മയെ കണ്ട് പേടിച്ചിട്ട് പിന്നെന്തിനാ പ്രാങ്ക് കാണാൻ വന്നേന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഞാൻ ചുമ്മാ സൈഡിലോട്ടല്ല നിന്നേന്ന് പറഞ്ഞ് അവളുടെ കല്യാണത്തിനൊക്കെ ഇനി കുറെ സമയമുണ്ടെന്ന് പറയുമ്പം അവനധികം സമയമില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട അവളും എങ്കിൽ പിന്നെ ഇവന്റെ കല്യാണത്തിന് ഇതേപോലെ പ്രാങ്ക് ഒന്നും ചെയ്യാതെ അവൾ നോക്കിക്കോളാന്ന് പറയുമ്പം അവൻ ആ സമയത്ത് ഇവളെ ചിലപ്പോൾ ഭയങ്കര ബിസി ആയതുകൊണ്ട് ഇതൊക്കെ നോക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പിന്നെ എനിക്ക് അതിനൊരു സമയം കാണത്തില്ലെന്ന് പറഞ്ഞ് ഇവന്റെ സുരക്ഷയ്ക്ക് അവളുണ്ടെന്ന് പറഞ്ഞ് അവൾ മനസ്സിൽ പ്രാങ്ക് ചെയ്യുന്ന കാലേജ് ചിരിച്ചോണ്ടിരിക്കും. ഇതേ സമയം അവൻ ഇവളെ കല്യാണ പെണ്ണായിട്ട് കണക്കൂട്ടിയ ഇവൾക്ക് സമയം കാണത്തില്ലെന്ന് പറഞ്ഞ് പക്ഷെ അത് അവൾക്ക് പിടികിട്ടിയില്ല. അങ്ങനെ ഇവർ ദേശം അവരുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് പുറത്ത് നല്ല മഞ്ഞായിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ട് അവൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പം ഇവനാണ് ഈ തണുപ്പത്തി ഇവൾ വരണ്ടെന്ന് പറഞ്ഞ് അവൻ കാർ എടുക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് പോകും. അങ്ങനെ അവൻ പോയ അതേ സമയം നോക്കിയ പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ അവിടേക്ക് ഓടിയെത്തുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ ശുവാൻഷി ഉണ്ട്. അങ്ങനെ ഇത് കണ്ട് ഇവളാണ് ഇവിടെ ആകുമതി ഷോക്കായി നിൽക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം.